الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൽ നമ്മളെല്ലാവരും ഏറെ ശ്രദ്ധിച്ച ഒന്നായിരുന്നു പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ മുഴുവൻ ഓതി തീർത്തവരായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ അധിക പേരും. അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. എന്നാൽ റമദാനിന് ശേഷം ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. കേവലം നിസ്കാരത്തിലെ ഓത്തിനപ്പുറത്ത് വിശുദ്ധ ഖുർആൻ കയ്യിലെടുത്ത് ഓതാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഇന്ന് ജുമുഅ ദിവസമാണ്. സൂറത്തുൽ കഹ്ഫ് ഓതണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ള സുന്നത്തും നമുക്കറിയാം. പക്ഷെ എത്ര പേർക്ക് സൂറത്തുൽ കഹ്ഫ് ഇന്ന് ഓതാൻ സാധിച്ചിട്ടുണ്ട് എന്നതും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പരിശുദ്ധ ഖുർആനിനെ ശ്രദ്ധിച്ചവർ, അതിനെ പരിഗണിച്ചവർ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നതിൽ ഒരു വിശ്വാസിക്ക് സംശയം വേണ്ടതില്ല.
അള്ളാഹുവിന്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശേഷിപ്പിച്ചത് ഹുവ ഹബ്ലുല്ലാഹ്, അള്ളാഹു നമുക്ക് നാട്ടിയിട്ട് തന്നിരിക്കുന്ന അവന്റെ കയറാണ്. മനിത്തബഅഹു കാന അലൽ ഹുദ, ആ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി അതിന്റെ റൂട്ടിലൂടെ പോയാൽ അയാൾ സന്മാർഗത്തിലായിരിക്കും. വമൻ തറക്കഹു കാന അലൽ ളലാല, എന്നാൽ ആ ഖുർആനിനെ അവഗണിച്ച് അത് ശ്രദ്ധിക്കാതെ ആരെങ്കിലും ഉപേക്ഷിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വഴികേടിലാണ്. അള്ളാഹു നമ്മെ ശരിയായ പാതയിലൂടെ സഞ്ചരിച്ച് സത്യവിശ്വാസികളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ സമ്മേളിക്കുവാനുള്ള തൗഫീഖ് നൽകി ആദരിക്കുമാറാകട്ടെ. ഈ ഹദീസിന്റെ തന്നെ മറ്റൊരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെ കാണുവാൻ സാധിക്കും: കിതാബുല്ലാഹി ഹബ്ലുൻ മംദൂദുൻ മിനസ് സമാ, വാനലോകത്ത് നിന്ന് അള്ളാഹു നിങ്ങൾക്ക് നീട്ടിയിട്ട് തന്നിരിക്കുന്ന പടച്ചറബിന്റെ കയറാണ് വിശുദ്ധ ഖുർആൻ. ഇലൽ അർള്, ഭൂമിയിലേക്ക്. ആ കയറിലൂടെ, ആ ഖുർആനാകുന്ന കയറിലൂടെ നമുക്ക് അള്ളാഹുമായി നിരന്തരം ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുമെന്നാണ്. മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം: ഫഇന്ന ഹാദൽ ഖുർആന സബബുൻ തറഫഹു ബിയദില്ല, ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹു പിടിച്ചിട്ടുള്ള കയറാണ്, അതിന്റെ ഒരറ്റം അള്ളാഹുവിന്റെ കയ്യിലും വതറഫഹു ബിഐദീകും, വതറഫുഹു ബിഐദീകും, അതിന്റെ മറുതല നിങ്ങളുടെ കൈകളിലുമാണ്. ഫതമസ്സഖു ബിഹി, അത് നിങ്ങൾ മുറുക്കെ പിടിച്ചുകൊള്ളണം. ഫഇന്നകും ലൻ തളില്ലു വലൻ തഹ്ലികു ബഅദഹു അബദ, ആ ഖുർആനിനെ സ്വീകരിക്കാൻ, അതിനെ അവലംബിക്കാൻ, അതിൽ മുറുക്കെ പിടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ വഴിപിഴക്കുകയില്ല, നിങ്ങൾ നശിച്ചു പോവുകയും ചെയ്യുകയില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആ പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിഗണിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതിന്റെ ആദ്യ പടി അഥവാ പരിഗണനയുടെ മിനിമം ആ വിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുക എന്നതാണ്. അതിനപ്പുറത്ത് ആ ഖുർആൻ പഠിക്കലും അത് പ്രയോഗവൽക്കരിക്കലും അതിന്റെ ആശയങ്ങളിലേക്ക് ആളുകളെ ക്ഷണിക്കലും ഖുർആനിന്റെ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കലും ഒക്കെ തുടങ്ങി വേറെ കുറെ ഹക്കുകൾ, അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നമുക്കുണ്ടെങ്കിലും അതിന്റെ ഒരു പ്രൈമറി തലം, അതിന്റെ ഒരു ആദ്യ സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ ആ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമദാൻ കഴിഞ്ഞതോടുകൂടി നമ്മളിൽ നിന്ന്, കൈകളിൽ നിന്ന് നിലത്ത് വെക്കേണ്ടതല്ല ഖുർആൻ, മാറ്റി വെക്കേണ്ടതല്ല വിശുദ്ധ ഖുർആൻ. റമദാനിന് ശേഷവും ആത്മബന്ധമുണ്ടാകേണ്ടുന്ന പടച്ച റബ്ബ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നീട്ടിയിട്ട് തന്നിരിക്കുന്ന കയറാണ്, പിടിക്കയറാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ആ ഖുർആനിനെ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ കൈകളിലേക്ക് എടുക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, പാരായണം ചെയ്യേണ്ടതുണ്ട്. അതിലാണ് സഹോദരങ്ങളെ നമ്മുടെ ഇസ്സത്ത്, അതിലാണ് നമുക്ക് ആശ്വാസമുള്ളത്. ഏത് വിഷയത്തിലും നമ്മൾ മനസ്സ് തകർന്ന് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ആ ഖുർആനൊന്ന് തുറന്ന് ഓതി നോക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിന് ആശ്വാസമായിരിക്കും. അതിലാണ് നമുക്കുള്ള എല്ലാ ബറക്കത്തുകളും അനുഗ്രഹങ്ങളും നന്മകളും ഉള്ളത്. കാരണം ഖുർആൻ അതിനെ ഷിഫ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്, ബറക്കത്ത് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനൌഷധമാണ്. അതാണ് ഷിഫ എന്ന് പറയുമ്പോൾ. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ, ബറക്കത്താക്കപ്പെട്ട അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കുടികൊള്ളുന്ന ആ വിശുദ്ധ ഗ്രന്ഥം ഏത് ഘട്ടത്തിലും നമുക്ക് ആശ്വാസമാണ്. അതേപോലെ തന്നെ ഏത് രംഗത്തും നമുക്ക് വഴികാട്ടുന്ന നമ്മുടെ മുന്നിലുള്ള ഒരു ഗൈഡാണ്, വഴികാട്ടിയാണ്, രക്ഷാമാർഗമാണ് അത് നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. അതിനോട് മനസ്സിണക്കമുണ്ടാക്കുക എന്നത് ആദ്യമായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഖുർആനുമായി നമുക്കൊരു ആത്മബന്ധമുണ്ടെങ്കിൽ, മനസ്സിണക്കമുണ്ടെങ്കിൽ തീർച്ചയായും പിന്നീട് ആ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുവാൻ നമുക്ക് മടുപ്പുണ്ടാവുകയില്ല, നമുക്കൊരു അലസതയും മടിയും ഉണ്ടാവുകയില്ല. തുടർന്ന് നമുക്ക് സ്ഥിരമായി ആ ഖുർആനുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ലൗ തഹുറത് ഖുലൂബുന, നമ്മുടെ ഹൃദയം ശുദ്ധിയാണെങ്കിൽ, നമ്മുടെ മനസ്സിൽ അഴുക്കുകളും മാലിന്യങ്ങളും ഇല്ലാതെ സംശുദ്ധമായ മനസ്സിന്റെ ഉടമകളാണ് നമ്മളെങ്കിൽ, മാ ശബഇനാ മിൻ കലാമി റബ്ബിന, അല്ലാഹുവിന്റെ കലാമിനെ തൊട്ട് ആ പരിശുദ്ധ ഖുർആൻ നമുക്ക് എത്രയാണെങ്കിലും അത് ഓതിയാലും മതി വരാത്തത്ര നമുക്ക് ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കുമെന്ന്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് ആ ഖുർആനുമായി നിരന്തരം ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കാറുണ്ട്?
പരിശുദ്ധ ഖുർആൻ ഡെയിലി ഓതുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടോ? പരിശുദ്ധ ഖുർആൻ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നമുക്ക് മാറ്റിവെക്കുവാൻ സാധിച്ചാൽ, വേണ്ട ഒരു 40 മിനിറ്റെങ്കിലും രാവിലെ സുബഹിയുടെ സമയത്ത്, സുബഹിക്ക് മുമ്പ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ്, മഗ്രിബിന് ശേഷം ഇശാഇന് മുമ്പ് 20 മിനിറ്റ്, അങ്ങനെ ഒരു 40 മിനിറ്റെങ്കിലും ആ ഖുർആനിൻ്റെതായി നമുക്ക് നീക്കിവെക്കാനുണ്ടെങ്കിൽ ഓരോ മാസവും ഖുർആൻ മുഴുക്കെ ഓതി തീർക്കുവാൻ നമുക്ക് സാധിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഇഖ്റഇൽ ഖുർആന ഫീ കുല്ലി ശഹ്രിൻ. അല്ലയോ അബ്ദുല്ല, താങ്കൾ റമദാൻ മാസത്തിലല്ല, എല്ലാ മാസത്തിലും ഖുർആൻ ഓതി തീർക്കണം, പൂർണ്ണമായി ഓതാൻ ഖത്തം തീർക്കാൻ സാധിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1 മാസത്തിൽ ഒരിക്കൽ ഓതാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയി, താല്പര്യത്തോടു കൂടി പറഞ്ഞു, നബിയെ എനിക്ക് അതിനേക്കാൾ കൂടുതൽ കഴിയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ 25 ദിവസം. വീണ്ടും ആർത്തിയോടുകൂടി ആവേശത്തോടു കൂടി ചോദിക്കുമ്പോൾ എന്നാൽ 20 ദിവസം, വീണ്ടും ചോദിക്കുമ്പോൾ 15, 10 എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതായി കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് 1 മണിക്കൂറൊക്കെ ഖുർആൻ ഓതാനോ, എന്തായി പറയുന്നത് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നമ്മൾ എത്ര സമയം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്? കളി തമാശകൾക്ക് വേണ്ടി, വിനോദങ്ങൾക്ക് വേണ്ടി, സോഷ്യൽ മീഡിയകളിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെയായി നമ്മൾ ചെലവഴിക്കുന്ന സമയവും അള്ളാഹു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, മോചനത്തിന് വേണ്ടി നീട്ടിയിട്ടിരിക്കുന്ന ആ വിശുദ്ധ ഖുർആനാകുന്ന കയറിൽ പിടിച്ച് രക്ഷയുടെ വഴി കണ്ടെത്താൻ നമ്മൾ വിനിയോഗിക്കുന്ന സമയവും എത്രയെന്ന് താരതമ്യം ചെയ്യുമ്പോൾ നമുക്കിപ്പോ തിരുത്തുവാനും നന്നാക്കുവാനുമുള്ള അവസരമുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ ഉഹിബ്ബു അൻ യഅതിയ അലയ്യ യൗമുൻ വലാ ലൈല. ഒരു ദിവസവും, ഒരു രാവും ഒരു പകലും എനിക്ക് കടന്നു പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഇല്ലാ അൻദുറു ഇലാ ഫീ കിതാബില്ല, ഖുർആനിൽ, അള്ളാഹുവിന്റെ കിതാബിൽ നോക്കിയിട്ടല്ലാതെ. ഖുർആൻ എടുത്തു വെച്ച് തുറന്നു വെച്ച് ഓതുന്ന ഒരു ശീലമില്ലാതെ എന്റെ ജീവിതത്തിൽ നിന്നൊരു രാവോ പകലോ വിട്ട് കടന്നു പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി കൊല ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഖവാരിജുകൾ അവർ അദ്ദേഹത്തെ ക്രൂരമായി കൊല ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ചോരയുടെ പാടുകൾ ഇന്നും ആ ഖുർആനിന്റെ പതിപ്പിൽ നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളുടെ ഭർത്താവാകാൻ ഭാഗ്യം ലഭിച്ച ദുന്നൂറൈൻ എന്നറിയപ്പെടുന്ന ആ മഹാവ്യക്തിത്വം ഖുർആനുമായി എത്ര കണ്ട് ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കേവലം ഒരു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ മാത്രമല്ല, സ്വഹാബത്തിനെ സംബന്ധിച്ചെല്ലാം, സച്ചരിതരായ മുൻഗാമികൾ സലഫുസ്സാലിഹീങ്ങളെ സംബന്ധിച്ചെല്ലാം ആ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ് സ്വഹാബത്തിനെ സംബന്ധിച്ച്, സലഫുകളെ കുറിച്ചു, കരിഹു അൻ യംളിയ അലർ റജുലി യൗമുൻ ലാ യൻദുറു ഫീ മുസ്ഹഫി. അവർ എല്ലാവരും വെറുത്തിരുന്നു ഒരു ദിവസം ഖുർആൻ ഓതാത്ത, ഖുർആൻ നോക്കി പാരായണം ചെയ്യാൻ സാധിക്കാത്ത ഒരു ദിവസം അവരിലൂടെ വിട്ട് കടന്നു പോകുന്നത് അവർ വെറുത്തിരുന്നു എന്നാണ്. അവർക്ക് ബൈഹാർട്ടുണ്ടെങ്കിലും മനഃപ്പാഠമായി കാണാതെ ഓതാൻ അറിയുമായിരുന്നുവെങ്കിലും ഖുർആൻ എടുത്തു വെച്ച് തുറന്ന് അതിലൂടെ ഓതുമ്പോൾ അവരതിൽ ആസ്വദിച്ചിരുന്നു എന്നാണ്. ആ കണ്ണുകൊണ്ട് കാണാൻ പടച്ചറബിന്റെ കലാമിന്റെ ഓരോ അക്ഷരങ്ങളിലൂടെയും കണ്ണുകൾ പോകുമ്പോൾ അതും പുണ്യമുള്ള സംഗതിയാണ്. നാവ് അതനുസരിച്ച് ചലിക്കുമ്പോൾ അതിനും പുണ്യമുണ്ട്. ആ ശബ്ദം കാതുകൊണ്ട് കേൾക്കുമ്പോൾ അതിലും നന്മയുണ്ട്, പുണ്യമുണ്ട്. അതവർ ആഗ്രഹിച്ചിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഇന്നും ഈ ആധുനിക കാലഘട്ടത്തിലും ദീനിനെ സ്നേഹിക്കുന്ന, ഖുർആനിനെ സ്നേഹിക്കുന്ന പലരുടെയും ചരിത്രം നമുക്ക് സോഷ്യൽ മീഡിയകളിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. കണ്ണില്ലാത്ത ആളുകൾ, നിങ്ങൾക്കൊക്കെ കിട്ടിയ ആ ഖുർആനിന്റെ അക്ഷരമൊന്ന് കാണാൻ ഞാൻ എത്രയോ കൊതിക്കുന്നുണ്ട് എന്ന് ആ സങ്കടം പങ്കുവെക്കുന്ന വീഡിയോസ് നമുക്ക് കേൾക്കുവാൻ സാധിക്കും, കാണുവാൻ സാധിക്കും. അതേപോലെ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ സാധിക്കാത്ത ആളുകൾ, ആ ഖുർആൻ നിങ്ങളൊക്കെ ഒന്ന് ഓതുന്നത് പോലെ ഓതാൻ എത്ര കണ്ട് എനിക്ക് കൊതിയുണ്ട് എന്നറിയുമോ? കാതുകൊണ്ട് കേൾക്കാൻ സാധിക്കാത്ത ആളുകൾ ഖുർആനിന്റെ ആ മധുരമായ ആയത്തുകൾ സ്വരമാധുരിയോടുകൂടി ഓതുന്ന ഖാരിഈങ്ങളുടെ, ഖുർആൻ പണ്ഡിതന്മാരുടെ
ഓത്ത് കേൾക്കാൻ എനിക്ക് എത്രമാത്രം കൊതിയുണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചിട്ട് ഇതെല്ലാമുള്ള കണ്ണും കാതും നാവും ഒക്കെയുള്ള നിങ്ങൾ എന്ത് ചെയ്തു എന്ന് അവർ പരിതപിക്കുന്ന, സങ്കടപ്പെടുന്ന അവസ്ഥ നമ്മളോട് ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ്. നമുക്ക് നേരെ വരുന്ന ഏറ്റവും ശക്തമായ വിമർശനത്തിന്റെ കൂരമ്പുകളാണ് എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു അത്തരം ഷർറുകളിൽ നിന്ന് ഖുർആനിനെ അവഗണിക്കുന്ന, പരിഗണിക്കാത്ത ആളുകളുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ ആ ഷർറുകളിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആനിനെ പരിഗണിച്ചവർ അള്ളാഹുവിന്റെ അഹ്ലുകാരാണ് എന്നാണ്, അവരുടെ അള്ളാഹുവിന്റെ പ്രത്യേകപ്പെട്ട ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ചില പ്രത്യേകക്കാരുണ്ട്, അള്ളാഹുവിന്റെ അഹ്ലുകാരുണ്ട്. ഖാലു, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻഹും, ആരാണ് നബിയെ അള്ളാഹുവിന്റെ അഹ്ലുകാര് മനുഷ്യന്മാരിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ വക്താക്കളാണ്. ഖുർആനിനെ പരിഗണിച്ച, ഖുർആനിനെ ശ്രദ്ധിച്ച, ഖുർആൻ കയ്യിലെടുത്ത ആളുകൾ അവർ അള്ളാഹുവിന്റെ ആളുകളാണ്. അവരൊരിക്കലും പരാജയപ്പെടുകയില്ല, അവർ നിരാശപ്പെടേണ്ടതില്ല, അവർ വിഷമിക്കേണ്ടി വരികയില്ല. ഖുർആനിന്റെ വക്താക്കൾ അഹ്ലുല്ലാഹി വഖാസത്തുഹു, പടച്ചറബിന്റെ ഇഷ്ടക്കാർ, അവന്റെ പ്രത്യേകക്കാർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി പറഞ്ഞത്. അപ്പോ ആ ഖുർആൻ റമദാനിൽ മാത്രം എടുത്ത് ഓതി അവസാനിപ്പിക്കേണ്ട സംഗതിയല്ല. പരിശുദ്ധ ഖുർആനിൽ നിന്ന് നിർബന്ധമായി നമ്മൾ ഓതേണ്ട സൂറത്തുകൾ, അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയും സുന്നത്തായി നമ്മൾ ഓതുന്ന മറ്റ് സൂറത്തുകളും ഒക്കെ ഓതി അങ്ങനെ ഒരു അകന്ന ബന്ധം സ്ഥാപിക്കേണ്ടവരല്ല നമ്മൾ. ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, അത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറിയാൽ, നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കാറുണ്ട്, അതേപോലെ കുളിക്കാറുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇതിനേക്കാൾ ശ്രദ്ധയോടുകൂടി നമ്മുടെ ഒരു ഡെയിലി ലൈഫിലെ റൊട്ടീനായി മാറിയാൽ ഖുർആൻ പാരായണം നമ്മുടെ ഒരു പതിവും ശീലവുമായി മാറിക്കഴിഞ്ഞാൽ നിരവധി നേട്ടങ്ങൾ അതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന്, ദുനിയാവിലെ ഏറ്റവും മുന്തിയ വിഭവങ്ങളെക്കാൾ വലിയ സമ്പാദ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ദുനിയാവിൽ 1 കോടി രൂപയുടെ ഒരു വാഹനം നമുക്ക് ആരെങ്കിലും ഓഫർ ചെയ്താൽ, അത് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കാർ പോർച്ചിലേക്ക് കൊണ്ടുവന്ന് അത് എത്തിക്കാൻ നമ്മൾ എത്ര കണ്ട് അധ്വാനിക്കും? നമ്മൾ എത്ര എക്സ്പെർട്ടായ ഡ്രൈവർ അല്ലെങ്കിൽ നല്ല കഴിവുള്ള ഡ്രൈവറെ കൊണ്ടുപോയി ആ വാഹനം കൊണ്ടുവന്ന് നമ്മുടെ പോർച്ചിലേക്ക് കയറ്റിയിടുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിലെ സംതൃപ്തിയും സന്തോഷവും മുഖത്തെ കാന്തിയും ഒക്കെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ ഒരു കാര്യം ഉപമിച്ചുകൊണ്ട് പറയുകയാണ്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖറജ അലൈനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു ഫീ സുഫ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ അഹ്ലുസ്സുഫയിൽ ആളുകളിരുന്ന ആ തിണ്ണയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അടുക്കലേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, അയ്യുക്കും യുഹിബ്ബു അൻ യഗ്ദുവ ഇലാ ബുത്ഹാൻ അവിൽ അഖീഖ്. മദീനയിലെ അറിയപ്പെട്ട 2 മാർക്കറ്റുകളാണ്, 2 അങ്ങാടികളാണ്, ബുത്ഹാനും അഖീഖും. നിങ്ങളിൽ ആർക്കാണ് ഇഷ്ടമുള്ളത് പ്രിയപ്പെട്ടവരെ? രാവിലെ നിങ്ങൾ ഈ 2 മാർക്കറ്റുകളിൽ ഏതെങ്കിലും മാർക്കറ്റുകളിലേക്ക് പോകുന്നു. എന്നിട്ട് നിങ്ങൾ അവിടെ ഇടപാടുകൾ നടത്തി കച്ചവടം ചെയ്ത് ലാഭകരമായി 2 തടിച്ചു കൊഴുത്ത, കാണാൻ സൗന്ദര്യമുള്ള മുന്തിയ തരം 2 ഒട്ടകങ്ങൾ ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്നതിനെ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? അള്ളാഹു വെറുക്കുന്ന പടച്ചറബിന്റെ പാതകങ്ങളും അള്ളാഹുവിന്റെ ഇഷ്ടക്കേടുകളും സമ്പാദിച്ചിട്ടല്ല, തിന്മയുടെ തെറ്റായ വഴികളിലൂടെയല്ല, ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് രക്തബന്ധത്തെ മുറിച്ചറുത്തു മാറ്റിക്കൊണ്ടുമല്ല, അങ്ങനെ മാന്യമായ രീതിയിൽ ഹലാലായ മാർഗത്തിൽ ഈ 2 തടിച്ചു കൊഴുത്ത കാണാൻ ചന്തമുള്ള ഒട്ടകങ്ങളെ ഡെയിലി ലഭിക്കുന്നത് നിങ്ങൾക്ക് ആർക്കാണ് ഇഷ്ടമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, കുല്ലുനാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ, ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ആഗ്രഹമുണ്ട്. കിട്ടിയാൽ യാതൊരു തടസ്സങ്ങളുമില്ലാതെ, തിന്മകളില്ലാതെ, പാതകങ്ങളില്ലാതെ ഏറ്റവും മുന്തിയ 2 ഒട്ടകങ്ങൾ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാൻ പറ്റിയ, അവരോട് വിശദീകരിക്കാൻ പറ്റിയ ഒരു സംഗതിയാണ്, മുന്തിയ സമ്പത്തായി അവർ കണ്ടതാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഒട്ടകങ്ങൾ. അപ്പൊ സ്വഹാബത്ത് അങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തിരുത്തി കൊടുത്തു.
ഖാല ഫലഅൻ യഗ്ദുവ അഹദുക്കും കുല്ല യൗമിൻ ഇലൽ മസ്ജിദ്. നിങ്ങളിൽ ഓരോരുത്തരും എല്ലാ ദിവസവും അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിലേക്ക് പോവുകയും ഫയതഅല്ലമ ആയത്തൈനി മിൻ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് 2 ആയത്തുകൾ നിങ്ങൾ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ ഖൈറുൻ ലഹു മിൻ നാഖതൈൻ, ഈ പറഞ്ഞ 2 ഒട്ടകം കിട്ടുന്നതിനേക്കാൾ 2 ആയത്ത് അള്ളാഹുവിന്റെ ഭവനത്തിൽ പോയി ഇരുന്ന് ഓതുകയും പഠിക്കുകയും ചെയ്യുന്നതിനാണ്. വഇൻ സലാസുൻ ഫസലാസ്, 3 ആയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചാൽ 3 ഒട്ടകങ്ങളെക്കാൾ അതാണ് ഉത്തമം. മിസ്ലു അഅദാദിഹിന്ന മിനൽ ഇബിൽ, 4 ആയത്താണെങ്കിൽ 4 ഒട്ടകം, 5 ആയത്താണ്. ഇങ്ങനെ ആ എണ്ണങ്ങൾക്കനുസരിച്ച് ഒട്ടകങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞു എന്ന് ഇമാം മുസ്ലിം, അബൂദാവൂദ്, ഇമാം അഹമ്മദ്, ഇബ്നു ഹിബ്ബാൻ ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ദുനിയാവിൽ ഏറ്റവും മികച്ചതായി കാണുന്ന സമ്പത്തിനേക്കാൾ അള്ളാഹുവിന്റെ ആ ഖുർആനിൽ നിന്ന് ഓരോ വചനങ്ങൾ പഠിക്കാൻ പാരായണം ചെയ്താൽ നമ്മൾ മനസ്സ് വച്ചാൽ അത് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. അതേപോലെ ഏറ്റവും പ്രയാസകരമായ ദിവസത്തിൽ, വിഷമഘട്ടത്തിൽ ആശ്വാസമായി, തണലായി ആ ആയത്തുകൾ, ഖുർആൻ നമ്മുടെ കൂടെയുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏറ്റവും പ്രയാസകരമായ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടം ഏതാണ്? നമ്മൾ വിചാരിക്കും നമ്മൾ രോഗിയായി ഹോസ്പിറ്റലിൽ കിടന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചുപോയ ദിവസമാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായി വല്ലാതെ നമ്മൾ വിഷമിച്ച ഘട്ടമാണ് എന്നൊക്കെ കരുതും. പക്ഷെ ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ. ഇവിടെ നമ്മൾ അനുഭവിച്ച എന്തെല്ലാം വേദനകളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ അതിനേക്കാളൊക്കെ വേദനയും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു ദിവസം വരാനിരിക്കുന്നു. മുഖം ചുളിച്ചു പോകുന്ന ദുസ്സഹമായൊരു ദിവസം. വിശ്വാസികൾ പറയുകയാണ്, ഇന്നാ നഖാഫു, തീർച്ചയായും ഞങ്ങൾ ഭയപ്പെടുന്നു, മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ, മുഖം ചുളിച്ചു പോകുന്ന ദുസ്സഹമായൊരു ദിവസം റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് വരുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വല്ലാത്ത ഭയപ്പാടാണ് എന്ന് പേടിച്ച് അതിൽ നിന്ന് ആശ്വാസത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളായിരിക്കും വിശ്വാസികൾ. ഈ കൊടിയ ചൂടിൽ നമുക്കൊരു തണൽ കിട്ടാൻ ആരാ കൊതിക്കാത്തത്? ആ വെയിൽ കൊണ്ട് ക്ഷീണിച്ചു വരുമ്പോൾ തണുത്തൊരു ഗ്ലാസ് വെള്ളം കിട്ടുമെന്നറിഞ്ഞാൽ നമുക്ക് ആർക്കാ സന്തോഷമില്ലാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി. ആ ഖുർആനിനെ പരിഗണിച്ച, ഖുർആൻ പാരായണം ചെയ്ത ആളുകൾക്ക് ഖുർആൻ നാളെ ഷഫാഅത്തുമായി, റെക്കമെൻഡുമായി പടച്ചറബിന്റെ അടുക്കൽ ഒരു ശുപാർശകനായി വരുമെന്നാണ്. ഇഖ്റഉ അസ്സഹ്റാവൈനി അൽ-ബഖറ വസൂറത ആലി ഇമ്രാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പ്രത്യേകം പറയുകയാണ്, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബഖറ, അതിന്റെ തൊട്ടടുത്ത 3-ാമത്തെ അധ്യായം സൂറത്ത് ആലി ഇമ്രാൻ. ഈ 2 സൂറത്തുകളും നിങ്ങൾ പ്രത്യേകം പഠിക്കണം, പാരായണം ചെയ്യണം. ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമത്തി കഅന്നഹുമാ ഗമാമതാൻ, നിങ്ങൾക്ക് തണൽ വിരിച്ചു തരുന്ന മേഘം പോലെ ആ 2 സൂറത്തുകളും നിങ്ങൾക്ക് പരലോകത്ത് വരും. മാത്രമല്ല തുഹാജ്ജാനി അൻ അസ്ഹാബിഹിമ, നിങ്ങൾക്ക് വേണ്ടി അത് വാദിക്കും. ഇഖ്റഉ സൂറത്തുൽ ബഖറ, ആ സൂറത്തുൽ ബഖറ നിങ്ങൾ പഠിക്കണം കേട്ടോ. ആ ഖുർആൻ നിങ്ങൾ മനസ്സിലാക്കണം, പാരായണം ചെയ്യണം. ഫഇന്ന അഖ്ദഹ ബറക, അത് ആർക്കെങ്കിലും സായത്തമാക്കാൻ, അതിനെ കയ്യിലെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഗ്രഹമാണ്, അനുഗ്രഹങ്ങളുടെ അക്ഷയഗനിയാണ്. അതേപോലെ തന്നെ വതർകുഹ ഹസ്ര, അതിനെ ആരെങ്കിലും അവഗണിക്കുന്നുണ്ടെങ്കിൽ, ആ ഖുർആൻ ഓതാനോ പഠിക്കാനോ സാധിക്കാതെ അതിനെ കൈയൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ഖേദവും നഷ്ടവുമാണ്. വലാ യസ്തതീഉഹൽ ബത്തല, സിഹർ ചെയ്യുന്ന സാഹിര്യങ്ങളായ ആളുകൾക്ക് അതിനെ അതിജയിക്കാൻ സാധിക്കുകയില്ല, ആ ഖുർആനിനെ മറികടക്കുവാൻ സാധിക്കുകയില്ല എന്ന് സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ ഖുർആൻ നമ്മൾ എടുത്തു വെച്ച് പാരായണം ചെയ്താൽ അളവറ്റ നന്മകൾ, ഹസനാത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അത് കേവലം റമദാനിൽ മാത്രമല്ല, 12 മാസവും അഥവാ വർഷത്തെ എല്ലാ ദിവസവും നമുക്ക് ഓതിയാൽ കിട്ടുന്ന കൂലി. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ല, ഒരു അക്ഷരം നമ്മൾ ഓതിയാൽ ഫലഹു ബിഹി ഹസന, അതിനൊരു നന്മയുണ്ട്, ഒരു പുണ്യമുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, ആ നന്മ അല്ലെങ്കിൽ പുണ്യം എന്നത് കേവലം ഒരു പുണ്യമോ ഒരു നന്മയോ അല്ല,
ഒന്നിന് 10 എന്ന രീതിയിൽ 10 മടങ്ങ് പ്രതിഫലം അള്ളാഹു നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഹദീസ് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ആ ഖുർആനിനെ പരിഗണിച്ച് ശ്രദ്ധിച്ച് അതിന്റെ ഒരു വക്താവായി ജീവിക്കാൻ സാധിച്ചാൽ ആണിനും പെണ്ണിനുമൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പദവിയുണ്ട്, സ്ഥാനമുണ്ട്. യുഖാലു ലി സ്വാഹിബിൽ ഖുർആൻ, ഖുർആനിന്റെ വക്താക്കളോട് പറയും പരലോകത്ത് വെച്ച്, ഐ മൻ യുലാസിമുഹു ബിത്തിലാവത്തി വൽ അമൽ. ഖുർആന്റെ വക്താക്കൾ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഖുർആൻ എടുത്ത് നോക്കുന്ന ആളുകളെ പറ്റിയല്ല, മറിച്ച് സ്ഥിരമായി ഖുർആനുമായി ബന്ധം സ്ഥാപിച്ച, ഖുർആൻ പാരായണം ചെയ്യുന്ന, ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകൾ. അവരോട് പരലോകത്ത് പറയും, ഇഖ്റ വർതഖി, നീ ഓദിക്കോ, എന്നിട്ട് അതനുസരിച്ച് നിന്റെ പദവികൾ നീ കയറിപ്പോയിക്കോ. വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ് ദുനിയ, ദുനിയാവിൽ നീ എങ്ങനെയാണോ ആ ഖുർആനിനെ ആസ്വദിച്ച് സാവകാശം അതിന്റെ ആശയം മനസ്സിലാക്കി ഓതിയത്, ഇതുപോലെ നീ ഇവിടെയും ഓദിക്കോ. ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ, നീ അങ്ങനെ ഓതി അവസാനിപ്പിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ തുടങ്ങി സൂറത്തുൽ ബഖറയും കടന്ന് ആലിംറാൻ കടന്ന് നിസാ കടന്ന് ഇങ്ങനെ അവസാനം സൂറത്തുൽ നിസായിൽ വന്നാണ് നീ നിൽക്കുന്നതെങ്കിൽ ആ ഖുർആൻ ഓതി അവസാനിക്കുന്നിടത്താണ് നിന്റെ പദവി. അതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, സ്വർഗത്തിന്റെ പദവി ഖുർആനിന്റെ ആയത്തുകൾക്കനുസരിച്ച് ദറജകളാണ്, ഓരോ സ്റ്റെപ്പുകളാണ് എന്നാണ്. ആ ഉന്നതമായ പദവി വേണമെങ്കിൽ നിങ്ങൾ ഖുർആൻ കയ്യിലെടുത്തോ, ഓദിക്കോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലദീ യഖറഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി, പരിശുദ്ധ ഖുർആനിൽ നല്ല പ്രാവീണ്യം നേടി സ്ഥിരമായി അത് പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, അള്ളാഹുവിന്റെ മാന്യന്മാരായ പുണ്യാത്മാക്കളായ മലായിക്കത്തുകളുടെ കൂടെയായിരിക്കുമെന്നാണ്. വല്ലദീ യഖറഉൽ ഖുർആന വഹുവ അലൈഹി ഷാഖ്, എന്നാൽ അത്ര നിപുണനോ സമർത്ഥനോ അല്ല, പ്രയാസകരമായിട്ടാണ് ആ ഖുർആൻ പാരായണം ചെയ്യുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ ഞാൻ പരിഗണിക്കേണ്ടതുണ്ട് എന്ന ബോധത്തോടുകൂടി പ്രയാസം സഹിച്ച് ആരെങ്കിലും ആ ഖുർആൻ തപ്പിത്തടഞ്ഞ് ഓതുവാൻ മനസ്സ് വെക്കുന്നെങ്കിൽ ലഹു അജറാൻ, അയാൾക്ക് 2 പ്രതിഫലമുണ്ട് എന്നാണ്. അയാൾ സഹിച്ച ആ സഹനത്തിന്റെയും ആ പ്രയാസത്തിന്റെയും പ്രതിഫലവും ഖുർആനിനെ പരിഗണിച്ച് ഓതിയതിന്റെ കൂലിയും അള്ളാഹു കൊടുക്കും. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹു മുസ്ലിമിലും ആ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഏറ്റവും വലിയ പ്രകാശമായി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് കൂരാക്കൂരിന്റെ സന്ദർഭത്തിലും ആ ഖുർആൻ നമുക്ക് പ്രകാശമായിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിന് നൽകിയ ഉപദേശങ്ങളിൽ കാണുവാൻ സാധിക്കും, അലൈക ബിതിലാവത്തിൽ ഖുർആൻ വദിക്രില്ല, അല്ലയോ അബൂദർ, താങ്കൾ ഖുർആൻ പാരായണം അത് അവഗണിക്കാതെ ഓതിക്കൊണ്ടിരിക്കണം, അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കണം. പടച്ചറബിനെ പ്രകീർത്തിക്കുന്ന എത്രയോ ദിക്റുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് തുടങ്ങിയ ഏത് നന്മകളും ഏത് കീർത്തനങ്ങളും നീ പറഞ്ഞുകൊണ്ടിരിക്കണം, അത് അവഗണിക്കരുത്. ഫഇന്നഹു നൂറുൻ ലക ഫിൽ അർദ്, അത് ഭൂമിയിൽ നിനക്ക് പ്രകാശമാണ് എന്നാണ്, നിനക്ക് വെളിച്ചം നൽകും നിന്റെ ജീവിതത്തിൽ. നാളെ പരലോകത്ത് അല്ലെങ്കിൽ വാനലോകത്ത് നിനക്കത് ഒരു സൂക്ഷിപ്പ് സ്വത്തുമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം. ഖുർആൻ പഠിച്ച ഖുർആൻ ഓതുന്ന ആളുകൾക്ക് പുണ്യമുണ്ട്, പദവിയുണ്ട് എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് പോലും അതിന്റെ പേരിൽ ആദരവ് കിട്ടും. അഥവാ നമ്മുടെ മക്കൾ ഖുർആൻ ഓതുന്ന, ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ ഹൃദിസ്ഥമാക്കുന്ന മക്കൾ നമുക്കുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, മൻ ഖറഅൽ ഖുർആന വതഅല്ലമ വഅമില ബിഹി, ആരെങ്കിലും ഖുർആൻ ഓതുകയും അത് പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ഉൽബിസ വാലിദാഹു യൗമൽ ഖിയാമ, ആ വ്യക്തിയുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ധരിപ്പിക്കും താജം മിൻ നൂരിൻ, പ്രകാശത്താലുള്ള ഒരു കിരീടം, വൗഉഹു മിസ്ലു ശംസ്, സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന പ്രകാശം സ്ഫുരിക്കുന്ന ആ സുന്ദരമായ ആകർഷണീയമായ കിരീടം ഓരോ മാതാവിന്റെയും പിതാവിന്റെയും തലയിലുണ്ടാകും. എന്താണ് അവർക്കുള്ള പ്രത്യേകത? വയുക്സാ വാലിദാഹു ഹുല്ലതൈൻ, അഭിമാനത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രൗഢിയുടെ 2 സുന്ദരമായ വസ്ത്രവും ആ മാതാപിതാക്കൾക്ക് അല്ലാഹു അണിയിക്കും. ലാ യഖൂമു ലഹുമ ദുനിയ, അവർ ധരിച്ചിരിക്കുന്ന ആ വസ്ത്രം, അവർ വെച്ചിരിക്കുന്ന ആ കിരീടം ദുനിയാവ് മൊത്തം കിട്ടിയാലും അതിനോളം ഒക്കുകയില്ല എന്നാണ്. ദുനിയാവിനേക്കാൾ മികച്ചു നിൽക്കുന്ന
ആ പാരിതോഷികം സ്വർഗീയമായ വസ്ത്രവും സ്വർഗീയമായ കിരീടവും അവർക്ക് ധരിപ്പിക്കുമ്പോൾ ഫയഖൂലാൻ, ആ മാതാപിതാക്കൾ ചോദിക്കും, ബിമ കുസീനാ ഹാദാ, ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ ഒരു പ്രത്യേകമായി വസ്ത്രം ധരിപ്പിക്കാൻ, എന്തിനാ ഞങ്ങളുടെ തലയിൽ ഇങ്ങനെ ഒരു കിരീടം അണിയിച്ചത്? ഫയുഖാലു ബിഅഖ്ദി വലദികുമൽ ഖുർആൻ, നിങ്ങളുടെ മക്കൾ ഖുർആൻ പഠിച്ചതുകൊണ്ട്, ഖുർആൻ കയ്യിലെടുത്തതുകൊണ്ട്. സഹോദരങ്ങളെ, നമുക്കും മക്കളുണ്ട്. അവരെന്തെല്ലാം സമയം എന്തെല്ലാം കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നു. അവർ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ സമ്മതത്തോടും നമ്മളെ കാണാതുമൊക്കെ എടുക്കാറുണ്ട്. എങ്കിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരെ വളർത്തിക്കൊണ്ടുവരണം. ആ സ്ഥാനത്തേക്ക് ഖുർആൻ പഠിക്കാൻ, ഖുർആൻ കയ്യിലെടുക്കാൻ നമ്മൾ മാതൃകയാവുകയും അവരെ അതിന് പരിശീലിപ്പിക്കുകയും ചെയ്താൽ ദുനിയാവിൽ മാത്രമല്ല പരലോകത്ത് ഏറ്റവും വലിയ അഭിമാനവും സന്തോഷവും അതിലൂടെ കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ അറിയിച്ചത്. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതല്ല. നമ്മുടെ ജീവിതത്തോട് കൂടെ, നമ്മുടെ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കേണ്ടതാണ് ആ വിശുദ്ധ ഖുർആൻ. അത് നമ്മൾ ചേർത്ത് പിടിച്ചാൽ തീർച്ചയായും നമുക്ക് നഷ്ടമില്ലാത്ത വലിയ ഒരു കച്ചവടത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. 35-ാം അധ്യായം സൂറത്തു ഫാത്തിറിലെ 29-ാമത്തെ വചനത്തിലൂടെ. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്ത ആളുകൾ, വ അഖാമുസ്സലാത്ത്, നമസ്കാരം നേരെ ചൊവ്വെ നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകൾ, വ അൻഫഖൂ മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്ത ആളുകൾ, സിർറം വ അലാനിയ, രഹസ്യമായും പരസ്യമായും പടച്ച റബ്ബ് പൊരുത്തപ്പെടുന്ന മേഖലകളിലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഈ 3 ക്വാളിറ്റിയുള്ള ആളുകൾ യർജൂന തിജാറതൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം പറ്റാത്ത തികച്ചും ലാഭകരമായ ഒരു ബിസിനസ്സിലാണ്, ഒരു കച്ചവടത്തിലാണ് അവർ ഉള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, നമ്മൾ പരലോകത്ത് കൈകടിക്കുന്ന, ഖുർആൻ അവഗണിച്ചതിന്റെ പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എതിർ സാക്ഷി പറയുന്ന ആ ഭാഗ്യം കെട്ട ആളുകളുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ ഖുർആനിന് ശേഷവും ആ ഖുർആനും റമദാനിന് ശേഷവും ആ ഖുർആനുമായിട്ടുള്ള ബന്ധം പുലർത്തുവാനും തുടർന്നു പോകുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനായി നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ആ ഖുർആനുമായി ഹൃദയബന്ധം സ്ഥാപിച്ച് ഇണക്കമുണ്ടാക്കി നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിത്യ ചര്യയാക്കി അതിനെ കൊണ്ടു നടക്കുവാൻ നാം പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആൻ മൊത്തത്തിൽ നമ്മൾ പഠിക്കേണ്ടതും പാരായണം ചെയ്യേണ്ടതുമാണ്. എങ്കിലും ചില സൂറത്തുകളും ആയത്തുകളും ഒക്കെ പ്രത്യേകം പാരായണം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്, നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസി നിസ്കാരങ്ങൾക്ക് ശേഷം അത് പ്രത്യേകം പാരായണം ചെയ്യാൻ നമ്മളോട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ രാവിലെയും വൈകുന്നേരവും നമ്മൾ ചൊല്ലുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ സൂറത്തുൽ ഫാത്തിഹയും ആയത്തുൽ കുർസിയും ഒക്കെയുണ്ട്. അതേപോലെ തന്നെ ആയത്തുൽ കുർസി നമ്മൾ ഉറങ്ങാൻ നേരത്ത് നമ്മൾ ഓതാൻ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ തന്നെ അവസാനത്തെ 2 ആയത്തുകൾ, ആമനർ റസൂൽ എന്ന ചുരുക്കപ്പേരിൽ നമ്മൾ പറയുന്ന ആ 2 ആയത്തുകളും, അതേപോലെ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ഒക്കെ നിത്യജീവിതത്തിൽ ആവർത്തിച്ച് അദ്കാറുകളുടെ കൂട്ടത്തിൽ ചൊല്ലാൻ പഠിപ്പിച്ച സൂറത്തുകളും ആയത്തുകളുമാണ്. അതേപോലെ ഞാൻ നേരത്തെ ഉണർത്തി സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച, വ്യാഴാഴ്ച മഗ്രിബോടുകൂടി, മഗ്രിബ് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെയും ആ സമയമുണ്ട്. അതിനിടയിൽ സൂറത്തുൽ കഹ്ഫ് ഒന്ന് ഓതാൻ, അത് ആഴ്ചയിൽ ഒരു ശീലമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ പരലോകത്ത് വരുമ്പോൾ ഈ ജനത ഖുർആനിനെ അവഗണിച്ചു തള്ളി എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട്
ആവലാതി പറയുന്ന ആ ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ നമുക്ക് പെടാതിരിക്കാൻ സാധിക്കും സഹോദരങ്ങളെ. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ നമ്മൾ കയ്യിലെടുക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ പ്രത്യേകമായൊരു കാര്യം ഉണർത്താനുള്ളത്, നമുക്കൊക്കെ അറിയാവുന്നത് പോലെ നമ്മുടെ സംസ്ഥാനം ഒരു നിയമസഭ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. വരുന്ന വ്യാഴാഴ്ച ഏപ്രിൽ 9 ഇലക്ഷൻ നടക്കുമ്പോൾ ചില ആളുകളുടെയെങ്കിലും മനസ്സിലുണ്ടാകും എല്ലാവരും കണക്കാണ്, രാഷ്ട്രീയ പാർട്ടികളൊക്കെ കള്ളന്മാരാണ്, അതിനാൽ ഞാൻ വോട്ടിനുമില്ല രാഷ്ട്രീയത്തിനുമില്ല എന്ന് പറഞ്ഞ് അരാഷ്ട്രീയവാദികളായി മാറി നിൽക്കുന്ന നിലപാട് ഒരിക്കലും ശരിയല്ല. മറിച്ച് ഫലപ്രദമായി നമ്മുടെ സമ്മതിദാന അവകാശം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കണം. വോട്ടുള്ള എല്ലാവരും, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരാൾ പോലും വോട്ടുണ്ടായിട്ടും വോട്ട് ചെയ്യാതിരിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. നാടിനും സമുദായത്തിനും ഉപകരിക്കുന്നവർക്ക് വേണ്ടി ആ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ സാധിക്കണം. ഇവിടെ ഇസ്ലാമിക ഭരണമാണ് നടക്കുന്നതെന്നോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ നീതിയുക്തമായ ഭരണം നടക്കുമെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ലെങ്കിലും നമുക്ക് മിനിമം ഒന്ന് ചിന്തിച്ചുകൂടെ? നന്മ ചെയ്യുന്നവരാരാണ് എന്ന് വിലയിരുത്താൻ, അതല്ലെങ്കിൽ തിന്മയുടെ ആളുകളിൽ താരതമ്യേന പരിക്കുകളും അപകടങ്ങളും കുറവ് ആരാണ് എന്ന് തിരിച്ചറിയാൻ നമ്മുടെ ബുദ്ധിയും യുക്തിയും ഒക്കെ വിനിയോഗിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. നാട്ടിൽ വർഗീയത ഇല്ലാതിരിക്കാൻ, നല്ലൊരു നാടും സമൂഹവും സാഹചര്യവും ഉണ്ടാകാൻ ആർക്കാണ് എന്റെ വോട്ട് കൊടുക്കേണ്ടത് എന്ന് ഓരോരുത്തരും ചിന്തിച്ചാൽ, ആലോചിച്ചാൽ അവർക്കൊരു ഉത്തരം കിട്ടും. എന്താണ് എങ്കിലും വർഗീയവാദികളെ, അവർക്കുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്ന, അവരെ മെനക്കുന്ന, അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥമല്ല. നമുക്ക് സ്വസ്ഥമായി നമ്മുടെ നാട്ടിൽ സമാധാനത്തോടെ, സന്തോഷത്തോടെ, സാഹോദര്യത്തോടെ കഴിയണമെങ്കിൽ ഒരു സാമൂഹിക പരിസരം ഉണ്ടാകേണ്ടതുണ്ട് എന്ന നിലയിൽ വർഗീയതയ്ക്കെതിരായ മതേതരത്വ ചേരിയെ ശക്തിപ്പെടുത്തുന്ന ആ രീതിയിൽ നമ്മൾ നമ്മുടെ വോട്ട് ഉപയോഗപ്പെടുത്തണം എന്നുകൂടി, സമ്മതിദാന അവകാശം വിനിയോഗിക്കണം എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തരം ഷർറുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്ത് ഏറ്റവും ഖൈറായത് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന, മറ്റു പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അർഹമുർ റാഹിമീനായ മലിക്കുൽ ജബ്ബാറായ പടച്ചറബ് നീക്കി കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.